ഹായ് ഹലോ ഗൈസ്, നമ്മൾ ശിവൻ്റെ അമ്പലത്തിലേക്ക് പോവാണ്. നമുക്കിനി അമ്പലത്തിൽ വെച്ച് കാണാമോ? ഹായ് ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഹാപ്പി ശിവരാത്രി. ഓം നമ ശിവായ. ഞാനും അച്ഛനും അമ്മയും കൂടെ ഞങ്ങൾ 3 പേരും കൂടെ ശിവൻ്റെ അമ്പലത്തിലേക്ക് പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വെറും 2 കിലോമീറ്റർ ദൂരമുള്ള നന്ദികേശൻ്റെ അമ്പലമാണ് സീമസാന്ദ്ര എന്ന് പറയും. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ആവലഹള്ളി ഓൾഡ് മദ്രാസ് റോഡിലെ ആണ്. അപ്പം ഞങ്ങളുടെ സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പ് സീമസാന്ദ്ര എന്നുള്ള ഒരു സ്റ്റോപ്പിലാണ് ഈ അമ്പലം ഉള്ളത്. സോ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു, ദുരാന്ന് ആൾക്കാരായിരുന്നു. അവിടെ അടുത്തായിട്ട് കുറച്ച് പ്രോഗ്രാംസും ഡാൻസും പാട്ടും അങ്ങനെ കുറേ കലാപരിപാടികളൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. എന്തിനാണ്? ശിവരാത്രിക്ക് ജാഗരണ ചെയ്യില്ലേ, ഉറക്കമുളച്ചിരിക്കുക, ദൈവത്തിനെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടികളൊക്കെ ഇവർ ചെയ്യുന്നത്. ഇത്രയും സമയം വരെ ഉള്ളൂ, എന്നാലും എത്ര സമയം വരെ കാണും എന്നെനിക്കറിയത്തില്ല. പക്ഷെ അമ്പലത്തിൻ്റെ എതിർവശത്തായിട്ടാണ് പരിപാടി നടക്കുന്നത്. സോ നമ്മൾ അമ്പലത്തിൽ വന്നിരിക്കുന്നു ഗൈസ്. എൻട്രൻസ് ആണിത്. 17ാം വർഷം ആഘോഷിക്കുന്ന ശിവരാത്രി മഹോത്സവം എന്നാണ് ആ എൻട്രൻസിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. സാധാരണ എല്ലാ വർഷവും എന്തെങ്കിലും ഒരു വെറൈറ്റി ഡെക്കറേഷൻസ് കൊണ്ടുവരുന്നതാണ്. പക്ഷേ ഈ വർഷം അത്രയ്ക്കൊന്നും കൂടുതലായിട്ട് ഡെക്കറേഷൻസ് ഇല്ലായിരുന്നു. ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തിരുന്നത്. കഴിഞ്ഞ വർഷം വന്നിട്ട് നമ്മൾ എൻട്രൻസിൽ ഇങ്ങനെ കയറി പോകുമ്പോഴേ സൈഡിൽ 2 ദൈവങ്ങളുടെ വിഗ്രഹങ്ങളൊക്കെ ഇവർ വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ വർഷം അങ്ങനെ ഒന്നും കണ്ടില്ല. ഇവർ സിമ്പിള് പിടിച്ച് സോ കുറേ കളർ ക്ലോത്ത്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, കളർ ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല രസമായിരുന്നു. ഇവിടെ സൈഡിൽ നിങ്ങൾ കണ്ട ഒരു കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്നത് ജില്ലം പട 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 ജില്ലം പട 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 എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈഡിൽ കാണുന്നത് എന്തുവാന്ന് വെച്ചാൽ ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ മഹാദേവനും പാർവതി അമ്മയും ഉണ്ട്. സോ അതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ ആണ് ആൾക്കാർ നിൽക്കുന്നത്. ഗൈസ്, നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ, ഈ ഫോണൊക്കെ ഇല്ലാത്ത സമയത്ത് ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരിങ്ങനെ അമ്പലങ്ങളിൽ കൂടുകയും ഇതൊക്കെ കാണുക, പ്രാർത്ഥിക്കാനൊക്കെ കുറേ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇപ്പം എല്ലാവരും ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഞാനടക്കം. ഓക്കെ, അപ്പം ഡിഫറൻസ് നമുക്ക് ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട്. പണ്ടൊക്കെ കുറേ ആൾക്കാർ വരുമായിരുന്നു അമ്പലത്തിൽ. ഇപ്പം ആൾക്കാരൊക്കെ ഭയങ്കര കുറഞ്ഞു, തിരക്കേ ഇല്ല. ഉപവാസത്തിനും ജാഗരണയ്ക്കൊക്കെ കുറവാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. വാവ്, എന്ത് നല്ല ഡെക്കറേഷൻ! നമുക്ക് ഇതെല്ലാം എന്തുവാണെന്നറിയാവോ? അതെല്ലാം ചോളം, ഓറഞ്ച്, ഇത് കടച്ചക്ക, പൈനാപ്പിൾ ഒക്കെ തൂക്കിയിട്ടേക്കുവാണ്. നല്ല ഡെക്കറേഷൻ. സോ പൂജാരി മംഗളാരത്തിയൊക്കെ ഒഴിഞ്ഞ് ഭക്തർക്ക് കൊണ്ട് തരുവാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പ്രവേശിച്ചു. ഞാൻ ഓം നമ ശിവായ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ ചൂടിൽ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പൂജാരി എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ആരായിക്കോട്ടെ ഈ ക്യാമറയൊക്കെ പിടിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നു എന്ന് കരുതി ഇങ്ങനെ നോക്കുമായിരുന്നു. എന്നെ എടുക്കുന്നുണ്ടോ അപ്പോൾ ഞങ്ങൾ ആർത്തിയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ വലം വെക്കുകയാണ് അമ്പലത്തിൽ. ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ച് വലം വെച്ചു. നന്ദികേശ ഭഗവാനെ കൺകുളിർക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ദർശനമായിരുന്നു. അത്രയ്ക്കും ആൾക്കൂട്ടം കുറവായിരുന്നു. പ്രാർത്ഥിച്ച് മനസ്സ് നിറഞ്ഞ് കണ്ണ് തുറന്ന് ശംഭോ മഹാദേവ എന്നൊക്കെ ചൊല്ലി
പ്രാർത്ഥിച്ചു. സീമസാന്ദ്ര എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ് ഈ അമ്പലം ഉള്ളത്. എടുത്ത് അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലിരുന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. അമ്മയുടെ ഫ്രണ്ടിനെ കണ്ടു, പഴയ ഒരു ഫ്രണ്ടിനെ. അവരോട് സംസാരിച്ച് നിൽക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് നടന്ന് തീർത്ഥം മേടിക്കാനും ആരതി എടുക്കാനും വേണ്ടിയിട്ട് ഞങ്ങൾ വന്നു. തീർത്ഥം മേടിച്ച് കുടിച്ചു. ശിവരാത്രി ആയതുകൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ തരേണ്ടിയിരുന്ന തീർത്ഥം നമുക്ക് പുറത്തു നിന്നാണ് കിട്ടിയത്. ആൾക്കൂട്ടം കാരണമാണ്, തിരക്ക് കൊണ്ട് ആർക്കും പ്രസാദം തീർത്ഥം കിട്ടാതിരിക്കരുത് എന്ന് കരുതിയിട്ട് അപ്പോൾ തീർത്ഥമൊക്കെ മേടിച്ച് കുടിച്ച് ഭസ്മം നെറ്റിയിൽ തൊട്ട് ഞങ്ങൾ അടുത്തത് സർപ്പക്കാവാണ്. സർപ്പക്കാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നതാണ് കുറേ ചേട്ടന്മാർ ഭഗവാന്റെ മുന്നിൽ ഇരുന്ന് വിളക്ക് കൊളുത്തി ഭഗവാനെ പ്രാർത്ഥിച്ച് ഇരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സർപ്പങ്ങളുടെ മുന്നിൽ വിളക്ക് കൊളുത്തി ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ കാണുന്നത്. പിന്നെ ഞാനും അമ്മയും അച്ഛനും കൂടി സർപ്പദൈവങ്ങൾക്ക് പുഷ്പങ്ങൾ അർപ്പിച്ച് ചന്ദനത്തിരി ഒഴിഞ്ഞ് കൈകൂപ്പി പ്രാർത്ഥിച്ചു. ശിവഭരണം ഘോരരൂപം പഞ്ചേന്ദ്രിയ താരകം നിത്യനാഗസ്ഥിതിനിഷ്ഠ നാഗനാഗം ആശ്രയികം നാഗനാഗം 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 ആശ്രയികം നാഗനാഗം നാഗനാഗം ആശ്രയികം. അങ്ങനെ സർപ്പത്താന്മാരെയൊക്കെ കണ്ട് തൊഴുത് പൂവൊക്കെ വെച്ച് ചന്ദനത്തിരുവൊഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി പുറത്തേക്ക് ഇറങ്ങി. താണ്ടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് എത്തി. ഭയങ്കര ആൾക്കൂട്ടമായതുകൊണ്ട് എത്തിപ്പോലും നോക്കാൻ പറ്റത്തില്ല. അവിടെ പുഷ്പരാജിൻ്റെ പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ആഘോഷവും ഡാൻസും ആയിരുന്നു. പ്രസാദം മേടിക്കാൻ പോവാണ്. മേടിച്ചോ? നമ്മളങ്ങനെ മടങ്ങി വീട്ടിലേക്ക് പോവാണ്. ശരി, പാർവതീദേവി ഹര 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 നമ പാർവതി പതേ ഹര ഹര മഹാദേവ് ശംഭോ ശങ്കര. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. ഇന്നത്തെ ശിവരാത്രിയുടെ നമ്മൾ അമ്പല ദർശനങ്ങളൊക്കെ കഴിഞ്ഞു. സന്തോഷമായി, ക്യൂ ഒന്നും ഇല്ലാണ്ട് തിരക്കൊന്നും ഇല്ലാണ്ട് സമാധാനമായിട്ടിരുന്ന് ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ആക്ച്വലി വണ്ടി ഇവിടെ എങ്ങാണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ അതെ, അച്ഛൻ വരുവാണ് പാർക്ക് ചെയ്തിട്ടുള്ള വണ്ടി എടുത്തോണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെന്റ് ആൻഡ് സബ്സ്ക്രൈബ് ദി ചാനൽ. നമ്മൾ അങ്ങനെ കയറി വീട്ടിലേക്ക് പോവാണ്.
അപ്പോൾ ഇന്ന് ജാഗരണം ഇരിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഫുൾ വീഡിയോ ഞാൻ മെല്ലെ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.